നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ഒരുപാട് കരയൂലേ? അങ്ങനെ കരയുന്നത് നല്ലതാണ്. കാരണം കരയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സങ്കടത്തിനൊരു റിലീഫാണ്, നമുക്കൊരു ആശ്വാസം കിട്ടും കരയുമ്പോൾ. പക്ഷെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഇങ്ങനെ സങ്കടം വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കും, കരയില്ല. അവർക്ക് കരയാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് കരയാനുള്ളൊരു മടിയായിരിക്കാം. അവരിങ്ങനെ കരയാതെ അത് ഉള്ളിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്രസ്ട്രേഷനായിട്ട് രൂപം കൊള്ളും. ഉള്ളിലിങ്ങനെ ഫ്രസ്ട്രേഷൻ കൂടി ചിലപ്പോൾ അതൊരു ദേഷ്യമായിട്ട് മാറും, ചിലപ്പോൾ ഒരു പകയായിട്ട് മാറും. അപ്പോൾ നമ്മൾ അങ്ങനെ കൂട്ടി വയ്ക്കാതെ നമ്മളതിനെ റിലീസ് ചെയ്ത് കളയണം എപ്പോഴും. ഈ സങ്കടം എന്നല്ല, നമ്മളൊരു വികാരത്തിനെ നമ്മളൊരു പരിധി കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വയ്ക്കാൻ പാടില്ല, നമ്മളെ മനസ്സിലോട്ട് അങ്ങനെ കയറ്റാനേ പാടില്ല. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. എന്ത് കാര്യം ഒരു പരിധി കൂടുതൽ നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ദോഷമാണ്. അതാണ് വാസ്തവം. നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളുണ്ടാക്കും. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒരു മനുഷ്യൻ്റെ വികാരമല്ലേ എന്ന് പറയാം. പക്ഷെ വികാരമാണില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാം ഒരു പരിധിയുടെ അപ്പുറത്തോട്ട് പോരുത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് തന്നെ അത് ക്ഷീണമാണ്, നമ്മുടെ എനർജി കുറേ ലോസാവും. അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കരയാതിരിക്കുന്ന ആൾക്കാരുടെ കാര്യം. കരയാതിരിക്കുന്ന ആൾക്കാർ അവർ കരയാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ കൂട്ടി എടുക്കാതെ അതിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള വഴികൾ തേടണം. അതിനിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം നടക്കാൻ പോവേ, അല്ലെങ്കിൽ കുറച്ച് നേരം മിണ്ടാണ്ടൊരു സ്ഥലത്ത് ഇരിക്കേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പതുക്കെ റിലീസാകും. പക്ഷെ അതിന് പകരം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും നമ്മൾ വഴക്കിടാത്ത ചില ആൾക്കാരുണ്ടാവുമല്ലോ, അവരോടൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സങ്കടങ്ങൾ കുറേ നമ്മൾ പുറത്തേക്ക് അത് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉള്ളിൽ വെച്ച് അത് വെറുതെ ഫ്രസ്ട്രേഷനായി ദേഷ്യത്തിൽ അവസാനിച്ച് കാണുന്നവരോടും ചെയ്യുന്നതിനോടൊക്കെ ദേഷ്യമായിക്കൊണ്ടിരിക്കും. അത് തുടക്കമൊക്കെ വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഇതിങ്ങനെ കാലക്രമേണ ചെല്ലും തോറും നമുക്ക് നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് നമ്മൾ പരമാവധി എന്ത് തന്നെ വികാരമായിരുന്നാലും, അത് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, എല്ലാം ഒരു പരിധിയിൽ വരെ നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മളതിന് റിലീസ് ചെയ്ത് കളയണം. അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ, അതിനെന്താണ് കാരണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്ക് വേണ്ട സൊല്യൂഷനും അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. അല്ലാണ്ട് വെറുതെ നമ്മൾ കരയുന്ന ആളാണെങ്കിലും വെറുതെ കരഞ്ഞ് സമയം പാഴാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല, വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യാതെ നമ്മൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ്. അപ്പോൾ നമ്മൾ ആ സങ്കടത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. അതായത് നമ്മളങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളെങ്ങനെ ഫേസ് ചെയ്യാം, നമുക്ക് ഫേസ് ചെയ്യാം, മനസ്സിലായോ? അപ്പം അതിനെ ഫേസ് ചെയ്യാനും നമ്മൾ പഠിക്കും. അതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം അതും നമ്മൾ പഠിക്കും. അങ്ങനെ മൊത്തത്തിൽ നമ്മളതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. നമ്മളെന്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് പഠിക്കാനും കൂടി ശ്രമിക്കണം. അപ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ കരയുന്നവരോടും കരയാതിരിക്കുന്നവരോടും എല്ലാം ഒരു പരിധിയിൽ മാത്രം വയ്ക്കുക, അതിൽ കൂടുതൽ പോവാതിരിക്കുക.